ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കും അന്വയത്തിനും ശ്രമിച്ച അമേരിക്കയെ തള്ളി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്ക ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുകയല്ല, മറിച്ച് ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് ഇറാൻ നേതൃത്വത്തിന് കത്തയച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം വരുന്നത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടിയിരുന്ന ബന്ധമാണ് വീണ്ടും വഷളായത്. ഇക്കാര്യത്തിൽ ഇനി ട്രംപിന്റെ അടുത്ത ചുവട് എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നേരത്തെ അമേരിക്കയുമായി ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ആണവ കരാർ ഏകപക്ഷീയമായി തകർത്തത് ഇതേ ട്രംപ് തന്നെയായിരുന്നു. അതേ ട്രംപ് വീണ്ടും ഇതേ ആവശ്യവുമായി എത്തുമ്പോൾ അതിനെ ഇറാൻ സംശയത്തോടെ കാണുന്നതിനെ കുറ്റം പറയാനുമാകില്ല. ടെഹ്റാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാൻ ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് സൈനികമായി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെടുക എന്നാണ് ഫോക്സ് ബിസിനസ്സിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. ആ പരാമർശത്തിൽ തന്നെ ഉണ്ടായിരുന്ന സംശയമാകാം ശനിയാഴ്ച ഖമേനിയെ ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് നയിച്ചത്. ചില ഭീഷണിപ്പെടുത്തുന്ന സർക്കാരുകൾ ചർച്ചകൾക്ക് നിർബന്ധം പിടിക്കുന്നു, എന്നാൽ അവരുടെ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് സ്വന്തം ആധിപത്യം സ്ഥാപിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. അവർക്ക് ചർച്ചകൾ എന്നത് പുതിയ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ആണവ വിഷയത്തിൽ മാത്രമല്ല പ്രശ്നം, ഇറാൻ തീർച്ചയായും ഇത് അംഗീകരിക്കില്ല എന്ന് ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചതായി പ്രാദേശിക ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പ്രതിരോധ ശേഷിയിലും അന്താരാഷ്ട്ര സ്വാധീനത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇത് ചെയ്യരുത്, ആ വ്യക്തിയെ കാണരുത്, ഈ ഇനം നിർമ്മിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ പരിധി ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് കവിയരുത് എന്നൊക്കെ ആജ്ഞാപിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇതും അംഗീകരിക്കാനാവില്ല എന്നും ഖമേനി വ്യക്തമാക്കി. ട്രംപിൽ നിന്ന് ഇതുവരെ ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്ന് ടെഹ്റാനിലെ ഉദ്യോഗസ്ഥരും ആവർത്തിച്ചു പ്രതികരിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കാണ് ആണവ ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനും തയ്യാറാണെന്ന് കാണിച്ച് താൻ കത്തെഴുതിയെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 2015 ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള 6 ലോകശക്തികൾ തമ്മിൽ ആണവ കരാറിൽ ഒപ്പിട്ടിരുന്നു. ബരാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കരാർ കൊണ്ടുവന്നത്. എന്നാൽ 2018 പ്രസിഡന്റായിരിക്കെ ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ അതേ ട്രംപ് തന്നെയാണ് തൻ്റെ രണ്ടാം ഊഴത്തിൽ വീണ്ടും കരാർ വേണമെന്ന ആവശ്യമായി രംഗത്ത് വന്നത്. ഈ ആവശ്യമാണ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.